ഹായ് ഗായ്സ്, ഗുഡ് ഈവനിങ്. ഞാനിങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ, നല്ല മഴയാണ്. അപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ ഈ ഒരു മഴയത്തെ സ്കൂളിൽ പോകണം, അല്ലെങ്കിൽ സ്കൂളിൽ പോയി വന്ന് നല്ല പുതച്ച് മൂടി കിടന്നുറങ്ങണം, ഈ ഒരൊറ്റ ചിന്തയേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അമ്മ പുറത്ത് എന്തൊക്കെ പണികൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ വീട്ടിൽ നടക്കുന്നുണ്ട്, അതിനെപ്പറ്റി ഒന്നും നമ്മൾ ശ്രദ്ധിക്കില്ലായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോഴാണെങ്കിലോ, മഴയാണെങ്കിലും എന്താ വെയിലാണെങ്കിലും എന്താ, നമുക്ക് നമ്മളേതായിട്ടുള്ള കുറേ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടല്ലേ. അത് നമ്മളറിയാതെ തന്നെ നമ്മുടെ ഏജ് കൂടുന്തോറും നമ്മുടെ പൊസിഷൻ മാറുന്തോറും വരുന്ന കാര്യങ്ങളാണല്ലേ. അതിപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു അമ്മയാവുകയാണെങ്കിലും ഒക്കെ ആ ഒരു കാര്യത്തിൽ മാറ്റം വരും. അപ്പോൾ ഞാൻ ഇത്രയൊക്കെ പറയാൻ കാരണം വേറെ ഒന്നുമല്ല കേട്ടോ. ഞാനിങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ്, ഇന്നിപ്പോൾ എന്താ തൃച്ചൂട്ടം വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഇന്ന് എന്താ കഴിക്കാൻ, നല്ല മഴയാണ് അപ്പോൾ ഇന്ന് എന്താ ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ തിരിഞ്ഞും മറിഞ്ഞും ഇരുന്നും ഒക്കെ ആലോചിച്ച് കുറേ മഴയൊക്കെ കൊണ്ടതിന് ശേഷം ഞാൻ പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ പഴമുണ്ട്, ഇവിടെ മൈദയുണ്ട്. അപ്പോൾ എണ്ണ വാങ്ങിയാൽ മതി. തൃശ്ശൂരിനെ കൂട്ടിയിട്ട് വരുമ്പോൾ ഞാൻ വേഗം മൈദയും കുറച്ച് ഉപ്പും അതിലേക്ക് കുറച്ച് അരിപ്പൊടി, പഞ്ചസാര, മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്തു കേട്ടോ. എന്നിട്ട് പഴംപൊരി ഓരോരുത്തരും ഓരോ രീതിയിലാണല്ലോ ഉണ്ടാക്കുക. അപ്പോൾ ഞാനധികം ഇങ്ങനെയാണ് ഉണ്ടാക്കൽ. പിന്നെ ഈസ്റ്റോ അപ്പക്കാരോ അങ്ങനത്തെ ഒന്നും ഞാനതിൽ ചേർക്കുന്നില്ലേ, മോനും കൊടുക്കണ്ടല്ലേ. അപ്പോൾ അത് സെറ്റാക്കിയപ്പോഴത്തേക്ക് ഞാൻ തൃജുവിനെ കൂട്ടാന്ന് റെയിൻ കോട്ടൊക്കെ എടുത്തിട്ടാണ് പോയത്. ഞാൻ വിചാരിച്ചു അവനൊന്ന് നല്ലോണം മഴയത്തൊക്കെ ഒന്ന് ആസ്വദിച്ചോട്ടെ, മഴയത്ത് തുള്ളി കളിച്ചോട്ടെ എന്നൊക്കെ. പക്ഷെ മഴയില്ലായിരുന്നേ. അങ്ങനെ അവനെയും കൂട്ടി റെയിൻ കോട്ടൊക്കെ ഇടിച്ചു കൊടുത്ത് തിരിച്ച് വന്ന് പിന്നെ അവനെയും കുളിപ്പിച്ചതിന് ശേഷമാണ് ഞാൻ പഴംപൊരി ഉണ്ടാക്കാൻ തുടങ്ങുന്നത്. അപ്പോഴത്തേക്ക് ഇത് രണ്ടാൾ ഇവിടെ വന്നിട്ടുണ്ട്. ഒന്ന് നമ്മുടെ പെങ്ങളെ കുട്ടിയാണ് കേട്ടോ. അപ്പോൾ തനു എന്നാണ് പേര്. തനു എന്നാട്ടോ ഞങ്ങൾ വിളിക്കുക. അപ്പോൾ ആളുണ്ടെങ്കിൽ തൃജുവിന് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ സിസ്റ്റർക്ക് പനിയാണ്, അപ്പോൾ മോനും പകരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആളിവിടെ ഇങ്ങോട്ട് വന്നതാണ്. മോന് പെട്ടെന്ന് അലർജിയും ജലദോഷവും ഒക്കെ വരുന്നതുകൊണ്ട് 3-4 ദിവസമായിട്ട് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തൃജു ഭയങ്കര ഹാപ്പിനെസ്സിലാണ് ഉള്ളത്. പക്ഷേ രണ്ടാളും വഴക്കും കൂടും എപ്പോൾ പിന്നെ അത് സോൾവ് ആവുകയും ചെയ്യും. അങ്ങനെ രണ്ടാളും ഞാൻ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും പഴം കഴിക്കാത്ത ടീംസാണ്. എനിക്കും പഴം വേണമെന്നിട്ട് പഴമൊക്കെ ഇരുന്ന് കഴിക്കുകയാണ്. ഇവർ രണ്ടാളും ഇങ്ങനെ ഇരിക്കുമ്പോഴേ ഇവരോട് കഥയും പറഞ്ഞിങ്ങനെ ഉണ്ടാക്കാനും സുഖമാണ് കേട്ടോ. അപ്പോൾ ഒരാൾ ആരുടെ അടുത്ത് വന്നു, രണ്ടാളും അവരുടെ അടുത്തായിരിക്കും. ഇപ്പോൾ ഫുൾ ടൈം അധികം അമ്മേൻ്റെ അടുത്തായിരിക്കും. ഇപ്പോൾ ഒരാൾ അമ്മേൻ്റെ അടുത്ത് പോയാൽ മറ്റേ ആളും അമ്മേൻ്റെ അടുത്തായിരിക്കും. അപ്പോൾ രണ്ടാൾക്കും ആ ഒരു പ്രായമല്ലേ. അപ്പോൾ അതുകൊണ്ട് രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടു കൊടുക്കില്ല കേട്ടോ. അപ്പോൾ നല്ല രസമാണ്. അങ്ങനെ ഞാൻ വേഗം പഴംപൊരിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല മഴ. പഴംപൊരിയും ചായയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല എസ്തറ്റിക് ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വേഗം പഴംപൊരിയും ചായയൊക്കെ സെറ്റാക്കി ഞാനും അമ്മ ഉണ്ടായിരുന്നുള്ളൂ. അച്ഛനും ഹസ്ബൻഡും ഒന്നും വന്നിട്ടില്ലായിരുന്നു. പിന്നെ അപ്പം ഞങ്ങൾ രണ്ടാളും കൂടി ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ് പഴംപൊരി കഴിക്കുകയാണ്. നല്ല കാറ്റുമായിരുന്നു കേട്ടോ. നല്ല സുഖമുണ്ടായിരുന്നു ആ ഒരു കാലാവസ്ഥയിൽ ഇങ്ങനെ ഇരുന്ന് ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്